ഏവർക്കും സ്വാഗതം. നമസ്കാരം. എല്ലാവർക്കും നന്മ വരട്ടെ, നന്മ മാത്രം വരട്ടെ. നമ്മുടെ ഇന്നത്തെ ചിന്ത ഒരു അമേരിക്കൻ എഴുത്തുകാരനെ പരിചയപ്പെട്ടുകൊണ്ട് ആരംഭിക്കാമെന്ന് കരുതുകയാണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സാഹിത്യത്തോട് ബന്ധമുള്ള ഏവർക്കും വളരെ പരിചിതമായ ഒരു നാമമാണ് മാർക്ക് ട്വെയിൻ എന്ന നാമം. അമേരിക്കൻ സാഹിത്യത്തിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന നർമ്മരസമുള്ള എഴുത്തുകാരൻ, ഹ്യൂമറിസ്റ്റ് എന്ന് പറയും, മാർക്ക് ട്വെയിനാണ്. മാർക്ക് ട്വെയിനിന് അമേരിക്കൻ സാഹിത്യത്തിലുള്ള സ്ഥാനം ചാൾസ് ഡിക്കൻസിന് ഇംഗ്ലീഷ് സാഹിത്യത്തിലുള്ള സ്ഥാനത്തിനോട് ഏതാണ്ട് സമമാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള രണ്ട് എഴുത്തുകാരാണ് ചാൾസ് ഡിക്കൻസും മാർക്ക് ട്വെയിനും. ഞാൻ ചാൾസ് ഡിക്കൻസിൻ്റെ കൃതികൾ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ മാർക്ക് ട്വെയിനിൻ്റെ കൃതികൾ പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ രണ്ട് കൃതികൾ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ എന്നതും ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബെറി ഫിൻ എന്നുള്ളതുമാണ്. അതിലേറ്റവും കൂടുതൽ പ്രശസ്തമായത് ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബെറി ഫിൻ ആണ്. മാർക്ക് ട്വെയിനിൻ്റെ യഥാർത്ഥ പേര് സാമുവൽ ലാങ്ഹോൺ ക്ലെമൻസ് എന്നാണ്. അദ്ദേഹം ജനിച്ചത് 1835 മരിച്ചത് 1910 എന്നാണ് ഓർമ്മ. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഇത്രയും പറഞ്ഞാൽ മതിയാവും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അത് നമ്മളിൽ ഉണർത്തുന്ന ചിന്തകൾ ഹ്രസ്വമായി ഒന്ന് പങ്കിടുക മാത്രമാണ് ലക്ഷ്യം. മാർക്ക് ട്വെയിൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതുപോലെ ഒന്ന് ഉദ്ധരിച്ചിട്ട് അത് മലയാളത്തിൽ ഒന്ന് തർജ്ജമ ചെയ്ത് നമ്മുടെ ചിന്തകൾ മുൻപോട്ട് കൊണ്ടുപോകാമെന്ന് കരുതുകയാണ്. The two most important days in your life are the day in which you were born and the day in which you find out why. ഞാൻ ആവർത്തിക്കട്ടെ. The two most important days in your life are the day in which you were born and the day you find out why. മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മൊഴിമാറ്റം നടത്താം. നിങ്ങളുടെ ജീവിതത്തിലെ രണ്ട് സുപ്രധാന ദിവസങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ, ആദ്യത്തേത് നിങ്ങൾ ജനിച്ച ദിവസവും രണ്ടാമത്തേത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജനിച്ചത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ ദിവസവും. ഇതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന ഓർമ്മയിൽ സംഗ്രഹിക്കാൻ കാരണം അതെന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് എന്നെപ്പറ്റിയുള്ള ചിന്തയെ കൂടുതൽ സ്പഷ്ടമാക്കുകയും ചെയ്തു എന്നതുകൊണ്ടാണ്. നിങ്ങൾ പ്രതിഷേധിക്കുകയില്ല എങ്കിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ നാളിതുവരെയും അനുവർത്തിച്ചിട്ടുള്ള ഒരു ചെറിയ അച്ചടക്കം, ശ്രദ്ധേയമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വാചകങ്ങൾ, ചിലപ്പോൾ പാരഗ്രാഫ്സുകൾ ഞാൻ മനഃപ്പാഠം പഠിക്കാറുണ്ട്. അതിപ്പോഴും ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. അങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ പ്രസ്താവനകൾ ഒട്ടുമുക്കാലും മനഃപ്പാഠമാക്കാനിടയായത്. ഇപ്പോഴും ഏതെങ്കിലും പുസ്തകം വായിച്ചാൽ അതിൽ മനസ്സിൽ തട്ടുന്ന കാര്യങ്ങൾ അവ
മനോഹരമായ ഭാഷയിൽ കൂടെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് ആശയത്തെ ഒപ്പിയെടുക്കുന്നതിനോടൊപ്പം തന്നെ ആശയത്തെ ഉൾക്കൊള്ളുന്ന വാചകത്തിൻ്റെ മനോഹാരിതയും സ്വന്തമാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതാണ് ഞാൻ കാണാപ്പാഠം പഠിക്കുന്നതിൻ്റെ ലക്ഷ്യം. പക്ഷേ ചെറുപ്പത്തിൽ കാണാപ്പാഠം പഠിക്കാൻ വളരെ എളുപ്പമായിരുന്നു. ഇപ്പോൾ വളരെ പ്രയാസമാണ്. കാണാപ്പാഠം പഠിച്ചാലും ചില കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിന്ന് ഉതിർന്നു പോകാറുണ്ട്. എന്നാൽ മാർക്ക് ട്വെയിനിൻ്റെ ഈ പ്രസ്താവന നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. The two most important days in your life are the one in which you were born and the one in which you find out why. നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം മാത്രം നമ്മുടെ ചിന്തയ്ക്കായി സ്വീകരിക്കാം. The day you find out why you were born. ഞാൻ എന്തിനാണ് ഈ ലോകത്തിൽ പിറന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു അവബോധം നമ്മളിൽ ഉദിക്കുന്ന ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സുപ്രധാനമായ ഒരവസ്ഥയാണ്, യാഥാർത്ഥ്യമാണ്, അനുഭവമാണ്, അനുഗ്രഹമാണ് എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞാൻ സഹർഷം സ്വീകരിക്കുകയും അത് കേട്ടപ്പോൾ ആദ്യമായി ഈ വാക്കുകൾ എൻ്റെ മനസ്സിൽ പതിച്ചപ്പോൾ ഏതാണ്ട് ഒരു 100 വാട്ട്സ് ഉള്ള ഒരു ബൾബ് പെട്ടെന്ന് കത്തുന്നത് പോലെ എനിക്ക് അനുഭവം ഉണ്ടാകുകയും ചെയ്തു. നിങ്ങൾ ഈ വാക്കുകൾ കാണാപ്പാഠം പഠിച്ചിട്ട് ഏകാന്തതയിലിരുന്ന് നിങ്ങളോട് ഇതൊന്ന് മന്ത്രിച്ചാൽ ഒരു പക്ഷേ ഞാൻ അനുഭവിച്ച അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഒരു പക്ഷേ എന്നല്ല, തീർച്ചയായും അനുഭവം നിങ്ങൾക്കുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇത് സംബന്ധമായ ചില ചിന്തകൾ മാത്രം. അതായത് നാം എന്തിനു വേണ്ടിയാണ് ജനിച്ചത് എന്നതിനെ പറ്റിയുള്ള അവബോധമുണ്ടാകുക. എന്നെ കേൾക്കുന്ന സഹോദരീ സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് യുവതീ യുവാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ തനിയെ ഇരുന്ന് നിങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കൂ. ഞാൻ എന്തിനു വേണ്ടിയാണ് ജനിച്ചത്? ഇതിന് ഒരു തൃപ്തികരമായ ഉത്തരമുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ധന്യമുള്ളതാണ്. ഇല്ലെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് മാറ്റം പ്രാപിച്ച് ഈ ഒരു സുപ്രധാനമായ ചോദ്യത്തിന് മതിയായ ഉത്തരം കണ്ടെത്തുവാൻ ഏവരും ശ്രമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ ഇന്നത്തെ ചിന്ത എൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിർവഹിച്ചു കൊള്ളട്ടെ. ഞാൻ വളരെ വളരെ നന്ദിയോടെ, ദൈവത്തോടുള്ള, സൃഷ്ടാവിനോടുള്ള നന്ദിയോടെ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, കൃപയാൽ എനിക്ക് ഞാൻ എന്തിനു വേണ്ടിയാണ് പിറന്നത് എന്നതിനെപ്പറ്റി ഒരു വളരെ നേരിയ ഒരു ബോധം ചെറുപ്പകാലത്തെ ഉണ്ടായിരുന്നു. ചെറുപ്പകാലത്ത് അത്ര വ്യക്തമായിരുന്നില്ല. അത് ഞാൻ എങ്ങനെയാണെന്ന് സൂചിപ്പിക്കും. എൻ്റെ ചെറുപ്പകാലത്തെ ഞാനൊന്ന് അവലോകനം ചെയ്യുമ്പോൾ സാധാരണ ആളുകളുടെ താല്പര്യങ്ങൾ, അവരുടെ അഭിരുചികൾ, അവർ എന്തിന് മുൻതൂക്കം കൊടുക്കുന്നു, പ്രയോറിറ്റീസ് എന്നത്, ഇവയോട് നൈസർഗികമായി സ്വാഭാവികമായി പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ എൻ്റെ ബാല്യകാലം കഴിച്ചത്. അതിനുശേഷവും എൻ്റെ ജീവിതം കൊണ്ട് ഈ ഭൂമിയുടെ പരപ്പിൽ എന്ത് സംഭവിക്കണം എന്ന ചോദ്യം എന്നെ എക്കാലത്തും
അടക്കി ഭരിച്ചിരുന്നു. അത് എൻ്റെ ഉള്ളിൽ വളർന്ന് ഒരു സ്റ്റേജിലെത്തിയപ്പോഴാണ്, ഒരു തുറയിലെത്തിയപ്പോഴാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത് എല്ലാറ്റിൻ്റെയും മാറ്റ് അല്പമെങ്കിലും വർദ്ധിപ്പിക്കുവാനാണ് എന്ന് എനിക്ക് ബോധ്യമായത്. അപ്പം ഞാൻ എന്തിനു വേണ്ടിയാണ് ജനിച്ചത് എന്നതിനെപ്പറ്റി എൻ്റെ ഉള്ളിലുണ്ടായ ഉത്തരമെന്താണ്? എൻ്റെ ഉള്ളിൽ പിറന്ന ഉത്തരമെന്താണ്? ഞാൻ എവിടെയൊക്കെ ഇടപെടുന്നു, ആരോടൊക്കെ ബന്ധം പുലർത്തുന്നു, ഏതെല്ലാം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു, ചുമതലകൾ ഏറ്റെടുക്കുന്നു, അവിടെയെല്ലാം അവിടെ ഞാനായിരുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു മേന്മ, അതെന്തുമായിക്കൊള്ളട്ടെ, ഒരു ചെറിയ നേരിയ പുരോഗതി, ഉന്നമനം, അത് ഭൗതികമായ വിധത്തിലല്ല. ഇപ്പോൾ ആരെങ്കിലും എന്നെ 100 രൂപ ഏൽപ്പിച്ചു, ഞാനത് 150 എന്നുള്ളതല്ല. പിന്നെയോ എല്ലാറ്റിൻ്റെയും വില, ഉദാഹരണമായിട്ടൊരു വ്യക്തിയുമായി ബന്ധം പുലർത്തുമ്പോൾ ആ വ്യക്തിക്ക് അപ്പോഴുള്ള വ്യക്തിപരമായ വില ഒരു ചെറിയ നേരിയ തോതിലെങ്കിലും വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ? ഇതെക്കാലത്തും എന്നെ നയിച്ച ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഞാൻ മറ്റ് സാധ്യതകൾ ഉപേക്ഷിച്ച് വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ഇടയായത്. ഞാൻ അഹങ്കാരം പറയുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുകയില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ, എനിക്ക് മറ്റ് പല ഫീൽഡുകളിലും പ്രവേശിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. വളരെയധികം സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന മേഖലകൾ അനായാസം പ്രാപിക്കാവുന്നൊരു ഘട്ടത്തിലായിരുന്നു എൻ്റെ ചെറുപ്പകാലം. അതായത് ഞാൻ ബിരുദാനന്തര പഠനം പൂർത്തിയാക്കിയ ശേഷം അത് ദൈവകൃപയാൽ വളരെ പ്രാഗൽഭ്യത്തോടെ തന്നെ നിർവഹിക്കാനിടയായി. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലാണ് പഠിച്ചത്. പലവിധമായ സാധ്യതകൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. എന്നാൽ സാമ്പത്തികമായി അന്ന് യാതൊരു നേട്ടത്തിനും വഴിയില്ലാത്ത, ആർക്കും പ്രത്യേകിച്ച് താല്പര്യമില്ലാതിരുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുവാൻ, ജോലി എന്ന വാക്കല്ല, സേവനം ചെയ്യുവാൻ ഞാൻ പ്രേരിതനായത് വിദ്യാഭ്യാസത്തിൽ കൂടെയാണ്. എൻ്റെ സഹജീവികളുടെ ജീവിതത്തിൽ മേന്മ വരത്തക്കവണ്ണം ഒരു സ്ഥാനമുറപ്പിക്കുവാനിടയാകുന്നത്. ടു പ്ലേ എ റോൾ ദറ്റ് എൻഹാൻസസ് ദ വർത്ത് ഓഫ് അതേഴ്സ്. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു അനുഭവവും ലക്ഷ്യവും നിർവൃതിയുമായിരുന്നു എന്നത് ഞാൻ ഈ സമയത്ത് ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയുമ്പോൾ ഇത് കുറച്ചുകൂടെ വ്യക്തമാകും. 1973 ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനായി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ സേവനം ആരംഭിക്കുന്നത്. ഞാൻ പഠിപ്പിച്ച ആദ്യ ബാച്ചിൽ, അത് 25 കുട്ടികളാണ്, ഇംഗ്ലീഷ് ഓണേഴ്സ് എന്ന് പറയും. അതിലുണ്ടായിരുന്ന ഒരു കുട്ടി, ഒരു യുവാവ് എന്നെ കാണാൻ വന്നു. അപ്പോൾ ഒറ്റ നോട്ടത്തിലറിയാം അവൻ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന ഒരു ക്രിസ്ത്യാനി പയ്യനാണ്. ഞാൻ അവൻ്റെ പേര് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. വെളിപ്പെടുത്തിയാലും അവനതിൽ പ്രതിഷേധമുണ്ടാകുകയില്ല. എങ്കിലും ഞാൻ ആരുടെയും പേര് വെളിപ്പെടുത്തുകയില്ല എന്നത് ഇന്ന് വരെ പാലിച്ചിട്ടുള്ള ഒരു തത്വമാകിയാൽ ഞാൻ അത് തന്നെ പിന്തുടരുകയാണ്. അവൻ്റെ അപ്പൻ മരിച്ചുപോയി, അമ്മയുണ്ട്, 5 സഹോദരങ്ങളുണ്ട്, വരുമാനമൊന്നുമില്ല, പട്ടിണിയാണ്. അവൻ ഒരു കമേഴ്ഷ്യൽ ആർട്ടിസ്റ്റായി ജോലി ചെയ്ത് അതുകൊണ്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ്, ആ വീട്ടിലെ മൂത്ത സന്തതിയായതുകൊണ്ട് ആ വീട് മുഴുവനും, വീടിൻ്റെ കാര്യങ്ങളൊക്കെയും നോക്കുന്നത് അവനാണ്. അതിൻ്റെ വരുമാന മാർഗം കമേഴ്ഷ്യൽ പെയിൻറ്റിംഗ് ആണ്,
ഇപ്പോൾ കസേര, മേശ, ഉപകരണങ്ങൾ അവയ്ക്കൊക്കെ നമ്പരിടുക. അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അങ്ങനെ കിട്ടുന്ന വരുമാനം ഒരു ഉപകരണത്തിൽ, ഒരു ഫർണിച്ചറിൽ നമ്പറിട്ടാൽ 50 പൈസ കിട്ടും. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗം. എന്നാൽ പഠിക്കാൻ താല്പര്യമുണ്ട്, ജീവിതത്തിൽ ഔന്നത്യം പ്രാപിക്കണം എന്ന് വലിയ ദാഹമുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. നല്ല മാർക്കുണ്ടായിരുന്നത് കൊണ്ട് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. എന്നാൽ കോളേജ് ആരംഭിച്ച ശേഷം ആ ഒരു അവസ്ഥ തുടരുവാൻ തനിക്ക് സാധ്യമല്ല. എൻ്റെ പ്രധാനപ്പെട്ട കാരണം പഠിച്ചുകൊണ്ട് ഈ കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ജോലി ചെയ്യാൻ വയ്യ. അതുകൊണ്ട് അദ്ദേഹം എന്നെ ഒന്ന് കണ്ടിട്ട്, ഞാനിപ്പോഴും ഓർക്കുന്നു, കൈ കൂപ്പി പിടിച്ച് വിറയ്ക്കുന്ന കൈകൾ കൂപ്പി പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ എനിക്കൊരു ഉപകാരം ചെയ്യണം, കോളേജിൻ്റെ ഓഫീസിൽ നിന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒന്ന് വിടുവിച്ച് തരണം. എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ തുടരുവാനുള്ള സാഹചര്യമില്ല, വീട് പട്ടിണിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിനത് വല്ലാതെ കൊണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്? ഉണ്ട് സാറേ. ഹിന്ദിയിലാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ കുടുംബത്തെ സന്ധിക്കാനുള്ള യാതൊരു സാമ്പത്തിക ശേഷിയുമില്ല, പക്ഷേ നിൻ്റെ വിദ്യാഭ്യാസപരമായ എല്ലാ കാര്യങ്ങളും, ഫീസ്, പുസ്തകങ്ങൾ, ഒരു പരിധിവരെ നിൻ്റെ വസ്ത്രം, ആഹാരം, ഇത്രയും ഞാൻ ഉറപ്പ് നൽകാം. നിനക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്? ഉണ്ട്. അവർ പഠിത്തം തുടർന്നു. ഞാൻ കഥയുടെ വിശദാംശങ്ങൾ പറഞ്ഞ സമയം കളയുന്നില്ല. അദ്ദേഹം വലിയ ഒരു സ്ഥാനം അലങ്കരിച്ചിട്ടാണ് ജോലിയിൽ നിന്ന് വിരമിച്ചത്. അദ്ദേഹത്തിൻ്റെ മക്കൾ 2 പേരും ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അവിടെ കൂടെയാണ് താമസം. വളരെ സന്തോഷകരമായി ഞാനിന്ന് ഓർക്കുന്ന പല അനുഭവങ്ങളിൽ ഒന്ന് ഇതാണ്. അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ അല്പം സന്തോഷവും പ്രത്യാശയും പകരുവാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഞാൻ എന്തുകൊണ്ട് ഈ ഭൂമിയിൽ പിറന്നു എന്നതിന് എൻ്റെ മനസ്സ് എനിക്കെപ്പോഴും നൽകിക്കൊണ്ടേയിരുന്ന ഉത്തരം, ടു ആഡ് സം വാല്യൂ ടു ദ ലൈഫ് ഓഫ് അതേഴ്സ്. ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരല്പം മെച്ചം ഉണ്ടാകുവാൻ തക്കവണ്ണം പ്രവർത്തിക്കാൻ സാധിക്കുമോ? എന്നാൽ അങ്ങനെയുള്ള ഇടപെടൽ എല്ലാവർക്കും സ്വീകാര്യമാകണമെന്നില്ല. പലരും അതിനെ മറുതലിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ളവരെ നമുക്ക് സഹായിപ്പാൻ സാധ്യമല്ല. എന്നാൽ അപ്രകാരമുള്ള ഇടപെടലുകൾ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ആളുകളുമുണ്ട്, യുവതീയുവാക്കന്മാരുണ്ട്. അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള, അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന നന്മകൾ ഉണർത്തുകയും വളർത്തുകയും അത് പ്രകടിപ്പിക്കുവാൻ തക്ക പ്രാപ്തി അവർക്ക് ലഭിക്കത്തക്കവണ്ണം അവരുടെ വളർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഞാൻ എന്തിനു വേണ്ടി ആ ചുമതല ഏറ്റെടുക്കുന്നു എന്നതിനെപ്പറ്റി എനിക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. കോളേജിൻ്റെ സ്ഥിതി എന്താണ്, അതിനെ മെച്ചപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കുമോ? ഇല്ലെങ്കിൽ അവിടെ പോയി കസേരയിലിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് മറ്റ് സാധാരണ ആളുകൾ സ്വീകരിക്കുന്ന മാർഗത്തിൽ കൂടെ സഞ്ചരിക്കാതെ അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ വഴികളിൽ കൂടെ സഞ്ചരിക്കുകയും അതുകൊണ്ട് തന്നെ അസാമാന്യമായ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോവുകയും ചെയ്തു. അതൊരു പുസ്തകമായി പരിണമിച്ചു. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഓൺ എ സ്റ്റോമി കോഴ്സ്, കൊടുങ്കാറ്റിൻ്റെ വഴി എന്ന പുസ്തകം. ഞാൻ എന്നെപ്പറ്റി അധികമായി പറയാൻ താല്പര്യപ്പെടുന്നത് അത് ഈ ഒരു ആശയത്തെ അല്പം ഒന്ന് സ്പഷ്ടീകരിക്കുന്നതിന് വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞതാണ്. ഇനിയും ഇതിൽ കൂടുതൽ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഒന്നും തന്നെ പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നാം എന്തിനു വേണ്ടിയാണ് ജീവിച്ചത്? അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം. അർത്ഥവും ലക്ഷ്യവും ഒന്നാണ്. അർത്ഥവും ലക്ഷ്യവും ഒന്നാണ്. നിങ്ങൾ തീർച്ചയായും കേട്ടിരിക്കും, ആധുനിക ലോകത്തിൻ്റെ 2 സുപ്രധാനമായ രോഗങ്ങൾ, സാർവലൗകികമായ യൂണിവേഴ്സലായ രോഗങ്ങൾ. ഒന്ന് ബോർഡും,
2 ഡിപ്രഷൻ. എല്ലാവരും ബോറടിച്ചിരിക്കുകയാണ്. എല്ലാവരും വിഷാദ രോഗികളും കൂടെയാണ്. എന്നാൽ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നല്ലൊരു ചിരിയുമൊക്കെ ഫിറ്റ് ചെയ്ത് പിന്നെ എൻ്റർടൈൻമെൻറ്റ് ലോകത്തിൽ അഭയം പ്രാപിച്ച് അല്ലെങ്കിൽ സുഖമായി ജീവിക്കുന്നു എന്ന ഒരു 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 പ്രഹസനത്തിൽ നാളുകൾ എങ്ങനെയോ കഴിച്ചുകൂടുന്നു. ഈ ഒരവസ്ഥയെ മുന്നമേ കണ്ടുകൊണ്ടാണ് യേശു പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അധ്വാനം ഒരിക്കലും ഭാരമല്ല. നമ്മുടെ ഉള്ളിൽ ഭാരം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ചെയ്യുന്നതെല്ലാം ഭാരമാണ്. അധ്വാനവും ഭാരമാണ്. എന്നാൽ അധ്വാനിക്കുന്നത് ഭാരമല്ല, അതൊരു ആഘോഷമാണ് എന്നതാണ് ഞാൻ അറിഞ്ഞ സത്യം. അതുകൊണ്ടാണ് ഈ പ്രായത്തിലും അതിരാവിലെ എഴുന്നേൽക്കുവാനും ദിവസം മുഴുവനും വായിക്കുവാനും ധ്യാനിക്കുവാനും അങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ആശയങ്ങൾ സഹജീവികൾക്ക്, എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങൾക്ക് പ്രയോജനം ഭവിക്കുമെങ്കിൽ ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ എന്ന പ്രത്യാശയിൽ നിരന്തരം നിങ്ങളുമായി സംവാദിക്കുവാൻ ഞാൻ അതീവമായ താല്പര്യം അനുഭവിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ നാം എന്തിനാണ് ജീവിക്കുന്നത്? അതാണ് ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടോ? പേർപ്പസ് ഉണ്ടോ? അല്ല, നമ്മുടെ ജീവിതങ്ങളിങ്ങനെ ക്രമേണ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണോ? ഇംഗ്ലീഷിൽ ഡ്രിഫ്റ്റിംഗ് എന്ന് പറയും. ഡ്രിഫ്റ്റിംഗ് ഓർ വാണ്ടറിങ് എയിംലെസ്ലി ത്രൂ ലൈഫ്. ഇപ്പം ഒരു നദിയിൽ ഒരു പാഴ്ത്തടി വീണ് ഒഴുകിപ്പോകുന്നത് പോലെ കാലമാകുന്ന നദിയിൽ നിരന്തരമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന അങ്ങ് ദൂരെയുള്ള സമുദ്രമെന്ന് പറയുന്ന മരണത്തിലേക്ക്, അല്ലെങ്കിൽ മരണമെന്ന് പറയുന്ന സമുദ്രത്തിലേക്ക് അറിയാതെ തന്നെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുന്ന പാഴ്ത്തടികളാണോ നാം എന്ന ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അത് ചെറിയ ചോദ്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നെ വളരെയധികം സ്വാധീനിച്ചൊരു പുസ്തകമാണ് മാൻസ് സെർച്ച് ഫോർ മീനിങ് ഇൻ ലൈഫ് എന്ന ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ട് എങ്ങനെയോ മരിക്കാതെ രക്ഷപ്പെട്ട വിയന്നയിലെ ഒരു സുപ്രസിദ്ധ ഡോക്ടറായിരുന്ന വിക്ടർ ഫ്രാങ്കൽ FRANKL എഴുതിയ പുസ്തകം. അത് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് അനായാസം ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. വളരെ എളുപ്പം, വായിക്കാൻ വളരെ അനായാസമായി വായിക്കാവുന്നൊരു പുസ്തകമാണ്. വായിച്ചാൽ നിങ്ങൾക്ക് വായന ആരംഭിച്ചാൽ പിന്നെ പുസ്തകം താഴെ വെക്കാൻ സാധ്യമല്ല, അതുപോലത്തെ പുസ്തകമാണ്. അതിലൊറ്റ ആശയമേ ഉള്ളൂ. മനുഷ്യന് അവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥവുമായി ബന്ധമില്ല എങ്കിൽ, അർത്ഥശൂന്യമായ ജീവിതമാണ് മനുഷ്യൻ നയിക്കുന്നതെങ്കിൽ അവൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അവൻ്റെ ജീവിതം തന്നെ രോഗമാണ്. ഹിസ് ലൈഫ് ഈസ് സിക്ക്. അതുകൊണ്ട് മനുഷ്യന് യഥാർത്ഥത്തിൽ രോഗശാന്തി വരണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്നതിനെ പറ്റിയുള്ള അവബോധം അവനിൽ ഉദിപ്പിക്കണം എന്നാണ് അതിൻ്റെ പ്രമേയം. ഞാനത് കൂടുതലായി വിശദീകരിക്കുന്നില്ല, അത് നിങ്ങളുടെ വായനയ്ക്ക് ഞാൻ വിട്ടുതരികയാണ്. അതുകൊണ്ട് ആധുനിക യുഗത്തിൻ്റെ 2 പ്രധാനപ്പെട്ട രോഗം ബോർഡവും ഡിപ്രഷനുമാണെന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നതിനെപ്പറ്റി വ്യക്തതയില്ലാത്തത് കൊണ്ടാണ്. ഞാൻ പണ്ട് എന്നോ വായിച്ചൊരു പുസ്തകത്തിൻ്റെ പേര് പോലും ഞാൻ മറന്നുപോയി. അതെഴുതിയ ആളിൻ്റെ പേരും ഓഥറിൻ്റെ പേരും മറന്നുപോയി. പക്ഷേ ഒരു വാചകം എൻ്റെ മനസ്സിൽ തീ കൊണ്ട് എഴുതിയതുപോലെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആ പുസ്തകം 1960-70കളിൽ ആഗോളതലത്തിൽ യുവതീ-യുവാക്കന്മാരുടെ അവസ്ഥയെ അവലോകനം ചെയ്ത പുസ്തകമാണ്. The study of the condition of the youth globally in the 60s and 70s of the last century. അതിൽ പറയുന്ന ഒരു വാചകം, The youth of today have everything to live with but nothing to live for. ഈ കാലത്തെ യുവതീ-യുവാക്കന്മാർക്ക്
ജീവിക്കാനുള്ള എല്ലാ വകകളുമുണ്ട്, പക്ഷേ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല എന്നാണ് പറയുന്നത്. അതും എന്നെ വളരെയധികം ചിന്തിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വാചകം എൻ്റെ മനസ്സിൽ തീ കത്തുന്നത് പോലെ എപ്പോഴും നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഇവിടെ ഈ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പ്രശ്നത്തെ ഒന്ന് പരാമർശിച്ചിട്ട് എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ സംസ്കാരത്തിൽ, പ്രത്യേകിച്ച് ഈസ്റ്റേൺ കൾച്ചർ എന്ന് പറയും, ഉത്തര സംസ്കാരങ്ങളിൽ, ഈസ്റ്റേൺ കൾച്ചേഴ്സ് ഉള്ള ഒരു വലിയ അപാകത, ഒരു വലിയ അനീതി എന്ന് വേണമെങ്കിൽ പറയാം. സ്ത്രീകൾ പുരുഷന്മാരുടെ സൗകര്യത്തിനു വേണ്ടി ജീവിക്കാൻ നിർമ്മിക്കപ്പെട്ട ഉപകരണങ്ങളാണ് എന്ന ധാരണയാണ്. ഒരു വിധത്തിലും പൊരുത്തപ്പെടാൻ കഴിയാത്തൊരാശയമാണ്. ഇത് മനുഷ്യരോടും ദൈവത്തോടും കാണിക്കുന്ന ഏറ്റവും വലിയ അപമാനമാണ്. ലോകത്തിൽ ഒരു വ്യക്തിയും, മനുഷ്യകുലത്തിൽപ്പെട്ട ഒരു വ്യക്തിയും മറ്റാരുടെയോ സൗകര്യത്തിന് ഇണങ്ങുന്ന ആയുധമായിരിക്കാൻ സൃഷ്ടികർത്താവ് ഉദ്ദേശിച്ചിട്ടില്ല എന്നതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്: നിങ്ങൾക്ക് വളരെയധികം പൂർവാധികമായ വ്യക്തതയുണ്ടാകണം. ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം: ഞാൻ എന്തിനു വേണ്ടിയാണ് പിറന്നത്? എൻ്റെ സൃഷ്ടിയുടെ പുറകിൽ വർത്തിക്കുന്ന ദൈവികമായ ഉദ്ദേശം എന്താണ്? അത് തിരിച്ചറിയുവാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല, പക്ഷെ അതിനുവേണ്ടി ശ്രമിക്കേണ്ടി വരും. ആ ദിശയിലേക്ക് നമ്മുടെ മുഖം തിരിക്കേണ്ടി വരും. അത് തിരിച്ചറിഞ്ഞ് അത് നിർവഹിക്കപ്പെടത്തക്കവണ്ണം നമ്മുടെ വ്യക്തിത്വത്തെയും ജീവിത രീതികളെയും ജീവിത ലക്ഷ്യങ്ങളെയും നാം തിട്ടപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം, വലിയ മേന്മയുണ്ടാകുന്നു. അതിനാണ് ട്രാൻസ്ഫർമേഷൻ എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കും. രൂപാന്തരം സംഭവിക്കും. അതാണ് യേശുക്രിസ്തു പറയുന്നില്ലേ, നിങ്ങൾ രൂപാന്തരപ്പെടും. നിക്കോദീമോസിനോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. ആ ഒരു അവസ്ഥയിലേക്ക്, നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുമാറ് ഒരു വ്യതിയാനമുണ്ടാകും. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു ശിമോനോടും അവൻ്റെ സഹോദരനായ അന്ത്രയോസിനോടും പറയുന്നത്: നിങ്ങൾ എന്നെ അന്വേഷിപ്പീൻ, എങ്കിൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. എൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് അന്ന് വരെ അവരെപ്പറ്റി ഉണ്ടായിരുന്ന ധാരണകൾ, അവരെപ്പറ്റി അവരുടെ സൃഷ്ടികർത്താവ് നിശ്ചയിച്ചിരുന്ന ഉദ്ദേശങ്ങളിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അതുകൊണ്ട് അവരായിരിക്കുന്ന ഇപ്പോഴത്തെ മനോഭാവത്തിൽ നിന്ന്, സങ്കല്പത്തിൽ നിന്ന് വിടുവിച്ച് യഥാർത്ഥത്തിൽ അവരുടെ സൃഷ്ടിയുടെ പുറകിൽ വർത്തിക്കുന്ന ദൈവികമായ ലക്ഷ്യങ്ങളെ, ഉദ്ദേശത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് വ്യക്തിത്വത്തെ ക്രമീകരിക്കുന്ന ഒരവസ്ഥ അത്ഭുതകരമായ അനുഗ്രഹത്തിൻ്റെയും നിർവൃതിയുടെയും മാർഗമാണ് എന്ന, ലോകത്തിലുള്ള എല്ലാവർക്കും വിടുതൽ നൽകുവാൻ പര്യാപ്തമായ ഒരു വെളിപ്പെടുത്തലാണ് യേശു അവിടെ നടത്തുന്നത് എന്ന സമയത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ. സമയം അതിക്രമിച്ചു പോയി എന്ന് എനിക്കറിയാം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എനിക്ക് സമയവുമായുള്ള ബന്ധം അറ്റുപോകാറുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോകൾക്ക് നീളമുണ്ടാകുന്നത്. പലരും എന്നെ കരുതുന്നവർ, സ്നേഹിക്കുന്നവർ, എൻ്റെ ആശയങ്ങളോട് ബന്ധം പുലർത്തുവാൻ താല്പര്യമുള്ളവർ എൻ്റെ വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കണമെന്ന് എന്നെ നല്ല ഉദ്ദേശത്തോടെ സ്നേഹമിശ്രണമായി ഉപദേശിക്കാറുണ്ട്. പക്ഷേ ഞാൻ അവരോട് വിനീതമായി പറയുന്നത്, എൻ്റെ അനുഭവം ഇങ്ങനെയാണ്. ഒരാശയത്തെ ഞാൻ പിന്തുടർന്ന് സഞ്ചരിക്കുമ്പോൾ ആ ആശയത്തിൻ്റെ മനോഹാരിതയിൽ ആ ആശയം എന്നെ എൻ്റെ കഴുത്തിൽ കയറുകൊണ്ട് കെട്ടിമുറുക്കി വലിച്ച് അതിനിഷ്ടമുള്ളിടത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നത് കൊണ്ട് സമയവുമായുള്ള എൻ്റെ ബന്ധം അറ്റുപോകുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും പാലിക്കാൻ കഴിയാതെ പോകുന്നത്. നിങ്ങൾ ദയവായി ക്ഷമിക്കണം.
എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾ കുറെ കൂടെ മുൻപോട്ട് നിങ്ങളുടെ തലത്തിൽ തന്നെ ചിന്തിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഏവരോടുമുള്ള സ്നേഹവും സന്തോഷവും താല്പര്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ ആഴമേറിയ ബന്ധത്തിലുള്ള വില മാനിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും സമാധാനവും ആവേശവും ജീവിതത്തെ പറ്റിയുള്ള ലക്ഷ്യബോധവും പൂർവാധികം വ്യക്തതയോടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു.